നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവർക്ക് 1000 രൂപയുടെ പെൻഷൻ ലഭിച്ചിരുന്നു. അവർക്ക് വീണ്ടും ഒരു മാസത്തെ പെൻഷൻ കൂടി വരികയാണ്. എന്നാൽ ഇപ്പോൾ അപേക്ഷ കൊടുത്ത ഏകദേശം 3 ലക്ഷത്തിലധികം ആളുടെ അപേക്ഷകൾ ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. ഇങ്ങനെ തള്ളിയവരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോഴും സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? റിജക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ ആയ ആളുകൾക്കും പെൻഷൻ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത്. സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം കേട്ട് ഏകദേശം 13 ലക്ഷത്തിലധികം ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് കണക്കനുസരിച്ച് ഏകദേശം 10 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഏകദേശം 3 ലക്ഷത്തോളം അധികം ആളുകളുടെ പെൻഷൻ തടഞ്ഞു വെക്കുകയോ അതല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം അപ്രൂവൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് ഇപ്പോഴും സബ്മിറ്റ് എന്ന് മാത്രം കാണിക്കുന്ന പെൻഷൻ ഉപഭോക്താക്കൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള എറർ മെസ്സേജുകൾ കൊണ്ടായിരിക്കും ഇപ്പോഴും സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നത്. അത് വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാർഡ് കൗൺസിലർ, വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പ്രത്യേകം തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം റിജക്റ്റായി വീണ്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരും നിങ്ങൾ ഇപ്പോഴും അപ്രൂവൽ ആയിട്ടില്ല എന്ന് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് അത് റിജക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും എന്ത് കാരണം കൊണ്ടാണ് റിജക്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. പലർക്കും പല കാരണം കൊണ്ടാണ് റിജക്റ്റ് ആയിട്ടുണ്ടാവുക. ചില ആളുകൾക്ക് കൊടുത്ത രേഖകളുടെ മിസ്റ്റേക്കുകൾ കൊണ്ട്, മറ്റു ചില ആളുകൾക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറി കൊടുത്തത് പോലും, അങ്ങനെ പലർക്കും പല കാരണം കൊണ്ടാണ് റിജക്റ്റ് മെസ്സേജുകൾ വരുന്നത്. ഇങ്ങനെ റിജക്റ്റ് മെസ്സേജ് വന്ന ആളുകൾ നിങ്ങൾ എവിടെ നിന്നാണ് അപേക്ഷ സമർപ്പിച്ചത് അവരുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകളുണ്ട്. അവർക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർക്ക് ഒരു മാസത്തെ പെൻഷൻ കൂടി വരികയാണ്. മാസം 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത്. ജനുവരി മാസത്തിലെ പെൻഷനാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനി ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഒരു ദിവസങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. നമുക്കറിയാം, ഈ നിയമസഭാ ഇലക്ഷൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ദിവസങ്ങൾക്ക് മാക്സിമം ആളുകളിലേക്ക് പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ 2000 രൂപയുടെ വിതരണം ഒരു ദിവസങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം 1000 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നും ഇല്ലാത്ത ആളുകൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.